വായിക്കാൻ നമുക്ക് സങ്കീർത്തനം 51 അധ്യായം 10 വാക്യം. Psalms 51:10. ദൈവമേ, നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായ ഒരു ആത്മാവിനെ എന്നിൽ പുതുക്കണമേ. Create in me a clean heart, O God, and renew a steadfast spirit within me. സ്ഥിരമായൊരു ആത്മാവിന്. See, there is only one message, one mission of God in this fasting meeting. What is the mission of God in this fasting meeting? What's the plan of God in these 3 days? We are leading a spiritual life. We are leading a spiritual life. But we are not leading a steady spiritual life. Praise the Lord. ആത്മീയ ജീവിതം നമ്മളെ നയിക്കുന്നെങ്കിലും സ്ഥിരമായൊരു ആത്മീയ അനുഭവം നമ്മളിൽ കാണുന്നില്ല. Praise the Lord. We will be having ups and downs in our spiritual life. ഉയർച്ച താഴ്ചകൾ നമ്മുടെ ആത്മമണ്ഡലത്തിൽ ഉണ്ടാകുന്നു. പക്ഷെ ദൈവം അത് ആഗ്രഹിക്കുന്നില്ല. ഇറ്റ് ഈസ് നോട്ട് പ്ലീസിങ് ടു ഗോഡ്. ദൈവത്തിൻ്റെ ആഗ്രഹം നിങ്ങൾ ചിന്തിച്ചു നോക്കി. ജസ്റ്റ് ഇമാജിൻ, ഗോഡ് ക്രിയേറ്റഡ് സൺ ടു പ്രൊവൈഡ് ലൈറ്റ്. ശരിയാണോ? സൂര്യനെ തന്നു. സൂര്യൻ പറയുക, ഐ ആം ടോട്ടലി ഡിപ്രസ്ഡ്. എൻ്റെ 10% ലൈറ്റേ ഞാൻ ഇന്ന് ഈ ദിവസം എന്ത് ചെയ്യുന്നുള്ളൂ. I will provide only 10% of light to the world. What will happen? The total environment will collapse. Praise the Lord. Praise the Lord. God has given oxygen in the atmosphere. Oxygen is saying, no, continuously I am working. I am going to stop for 5 minutes. Praise the Lord. So every creation created by God is having a steady function in the world. സ്ഥിരമായ ഒരു ഫംഗ്ഷൻ എല്ലാ സൃഷ്ടിക്കും ഭൂമിയിലുണ്ട്. We are the one, the best creation of God is not leading a steady spiritual life. സ്ഥിരമായ ഒരു ആത്മീയ അനുഭവമുള്ളവരായി നമുക്ക് ജീവിക്കാൻ കഴിയുന്നില്ല. What is the meaning of steady spiritual life? Leading a life according to God's will. ദൈവഹിത പ്രകാരമുള്ള ആത്മീയ ജീവിതം നയിക്കുവാൻ, അതാണ് സ്ഥിരമായൊരു ആത്മീയ അനുഭവം. ഇനി ഞാൻ എന്നിലേക്ക് വരട്ടെ. I am coming back to me. I am leading a spiritual life according to my will. I keep my limitations. I keep my decisions. I keep my own thoughts. I have my own ways in spiritual life. എൻ്റെ ഇഷ്ടങ്ങൾ, ചിന്തകൾ, വഴികളിലൂടെ ഒരു യാത്രയാണ് എൻ്റെ ആത്മീയ ജീവിതം. പിതാവ് പറയുന്നത് പോലെയല്ല, എൻ്റെ ജഡത്തിലെ അപ്പൻ പറയുന്ന പോലെ ഞാൻ പോകും. Not like Heavenly Father is saying, my physical father is teaching me, I will lead a spiritual life according to my physical father. സൊസൈറ്റി പറയുന്നു, കോൺഗ്രിഗേഷൻ പറയുന്നു, ഐ എം ലീഡിങ് എ സ്പിരിച്വൽ ലൈഫ് അക്കോർഡിംഗ് ടു ദ റൂൾ ഓഫ് എ കോൺഗ്രിഗേഷൻ. ഇവിടെ പ്രാർത്ഥന എന്താണ്? സ്ഥിരമായൊരു അനുഭവം എനിക്ക് വേണമേ. These 3 days, every moment, even you are at office, you are in a hospital, let's pray. When you are doing the job, I need a steady spiritual life. ദൈവമേ, നിലനിൽക്കുന്നതും സ്ഥിരമായൊരു ആത്മാവിനെ എൻ്റെ മേൽ പകരണമേ. ഐ വാണ്ട് ടു ലീഡ് എ സ്പിരിച്വൽ ലൈഫ് അക്കോർഡിംഗ് ടു യുവർ വിൽ. നിന്റെ ഹിതപ്രകാരം എനിക്ക് എന്ത് ചെയ്യണം? ജീവിക്കാൻ കഴിയണം. പ്രൈസ് ദ ലോർഡ്. ഇതിന്റെ പ്രോബ്ലം അതിന്റെ 11th വേഴ്സസ് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ്? വൈ വി ആർ നോട്ട് ഏബിൾ ടു ലീഡ് എ സ്റ്റഡി സ്പിരിച്വൽ ലൈഫ്. നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ, നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കുകയും അരുതേ. Cast me not away from your presence. First thing, I will be away from your presence. ഞാൻ ദൈവത്തിൽ നിന്ന് അകന്നു നിൽക്കുന്നതാണ് എന്നിൽ സ്ഥിരമായ ഒരു ആത്മീയ അനുഭവം ഇല്ലാത്തത്. Praise the Lord. Second thing,
and take not your Holy Spirit from me. I am not eager. I am not praying with a burden. I need your spirit. എനിക്ക് നിന്റെ ആത്മാവിനെ വേണമെന്നുള്ളൊരു ഭാരം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്നില്ല. എനിക്ക് ജോലി വേണമെന്നുള്ള ഭാരം ഉണ്ടാകുന്നുണ്ട്. എനിക്ക് സൗഖ്യം വേണം എന്നുള്ള ഭാരമുണ്ടാകുന്നുണ്ട്. എനിക്ക് ഭൂമിയിലെ എല്ലാ വിഷയത്തിലും ഭാരമുണ്ട്. പക്ഷേ പരിശുദ്ധാത്മാവിനെ ലഭിക്കാത്തതിൽ എനിക്ക് ഒരു ഭാരവുമില്ല. I don't have that burden to pray. Lord, I need your spirit. Every day I want to renew you in spirit. ഈ ഒരു പ്രാർത്ഥന ഉയരുന്നില്ല. Praise the Lord. Praise the Lord. ഈ ഉപവാസ ദിനത്തിൽ പിതാവ് ആഗ്രഹിക്കുന്നു തൻ്റെ മക്കളുടെ ജീവിതത്തിൽ സ്ഥിരമായൊരു ആത്മീയ അനുഭവം കാണുവാനും തൻ്റെ ആത്മാവിനെ നിങ്ങളുടെ മേൽ പകരുവാനും. സ്തോത്രം. Lord is wishing to see a steady spiritual life in you, and He is ready to provide His own spirit upon you these 3 fasting days. How many of you pray with a burden? I need your spirit, Lord. I want to be filled with Holy Spirit. എന്ന ആത്മാർത്ഥമായി ആര് പ്രാർത്ഥിക്കുന്നുവോ അവരുടെ മേൽ ദൈവം അത് പകരും. Praise the Lord. Hallelujah. Hallelujah. ദൈവത്തിന് സ്തോത്രം. Now we are thinking, maybe God will provide this Holy Spirit to the brothers who is sitting next to me. എൻ്റെ അടുത്തിരിക്കുന്ന സഹോദരന്റെ മേൽ ചിലപ്പം പകർന്നിരിക്കും. Maybe the sister, she will receive. Maybe I will not receive. Will God provide His Spirit upon me? ആത്മാവിനെ എൻ്റെ മേൽ പകരുമോ? നമ്മുടെ അകത്തൊരു ചോദ്യം ഉയരുക. A question is rising in us. Praise the Lord. Hallelujah. Read Luke chapter 11 to 13. ലൂക്കോസ് 11-ാം അധ്യായം അതിന്റെ 11 മുതൽ 13 വരെ വാക്യങ്ങൾ. എന്നാൽ നിങ്ങളിൽ ഒരു അപ്പനോട് മകൻ അപ്പം ചോദിച്ചാൽ അവന് കല്ല് കൊടുക്കുമോ? അല്ല മീൻ ചോദിച്ചാൽ മീനിന് പകരം പാമ്പിനെ കൊടുക്കുമോ? മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കുമോ? അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം കൊടുക്കും. Praise the Lord. Question. നിങ്ങളുടെ അപ്പൻ നിങ്ങളുടെ ആവശ്യം ഒരിക്കലെങ്കിലും ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് ഒരിക്കലെങ്കിലും അവരുടെ ഇഷ്ടം ചെയ്തു കൊടുത്തിട്ടുണ്ടോ? ദോഷികളായ നിങ്ങൾ അത് ചെയ്തെങ്കിൽ സ്വർഗസ്നായ പിതാവ് എത്രയധികമായി ആത്മാവിന് നിന്റെ മേൽ പകരും. If you have received a blessing from your father and you have provided a blessing to your children, you are evil. Still, you are evil. You are doing good things in your life. Then imagine how much our heavenly Father will do for you. അളവില്ലാതെ നീ എത്ര ചോദിക്കുന്നുവോ എത്രയിലും അധികമായി ദൈവം ആത്മാവിനെ പകരും. So we have to be ready to receive the Holy Spirit. Amen. നിങ്ങൾ ചർച്ചിൽ വരുന്നു, പാടുന്നു, പ്രാർത്ഥിക്കുന്നു, ആരാധിക്കുന്നു, വചനം കേൾക്കുന്നു, ഒക്കെ ശരിയാ. പക്ഷേ നിങ്ങളിൽ വെളിപ്പെടേണ്ട ഒരു ആത്മീയ അനുഭവം ഇന്ന് രാത്രി പിതാവിന് കാണുവാൻ കഴിയുന്നില്ല. Praise God. You are coming, worshiping, singing, listening to the word of God, but God is telling, I am not seeing a spiritual life which is not acceptable for me. Which is not acceptable for me. Why it is not there? I realize the problem. There is no prayer coming from your heart. I need Holy Spirit. Lord is telling, I am ready to provide. Are you ready to receive it? Hallelujah. ഇത് പ്രൊവൈഡ് ചെയ്യുമെങ്കിൽ, അത് റിസീവ് ചെയ്യണമെങ്കിൽ ദാവീദ് പ്രാർത്ഥിച്ചതുപോലെ ഉപവാസത്തിന്റെ മുഴുവൻ സമയങ്ങളും നീ പ്രാർത്ഥിക്കണം. ഭൗതികമായ കാര്യങ്ങൾ വിട്ടിട്ട് നീ പ്രാർത്ഥിക്കണം. സ്ഥിരമായ ഒരു ആത്മാനുഭവം. Forget all the problems you are facing in your life. Day, every moment, have one single prayer. Provide your spirit abundantly upon me.
അധികമായി എൻ്റെ മേൽ പകരണം. Praise the Lord. Hallelujah. ദൈവത്തിന് സ്തോത്രം. God's message is released. He is ready to provide. Be ready to receive with a prayer of burden. ഇന്ന് വരെയുള്ള ആത്മീയ അനുഭവമല്ല, എൻ്റെ ജീവിതത്തിൽ ഉപവാസം കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ പുതിയൊരു ആത്മമണ്ഡലത്തിൽ ഞാൻ എത്തിച്ചേരണം. I want to reach in a different spiritual realm after I complete this fasting prayer. Amen. Your Father is with you. Your loving Father is with you. He is ready to accommodate you. He is ready to empower you. He is ready to lift you up. He loves you. നിന്നെ സ്നേഹിക്കുന്ന നിന്റെ പിതാവ്. Amen. Praise the Lord. Be ready to receive. Ready to receive. Hallelujah. ദൈവത്തിന് സ്തോത്രം. So now I am coming to myself. God is ready. His message is ready. His action is ready. I am going to examine myself. Why I cannot lead a steady spiritual life? Why I am not able to receive the power of the Holy Spirit? Hallelujah. എന്തുകൊണ്ട് എനിക്ക് ആത്മാവിന്റെ സാന്നിധ്യം അനുഭവിപ്പാൻ കഴിയുന്നില്ല? ദൈവത്തിന് സ്തോത്രം. നീ പറയുന്ന 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. God will reveal you what is the problem in you. ദൈവം നിന്റെ ജീവിതത്തിലെ പ്രശ്നം നിനക്ക് വെളിപ്പെടുത്തി തരുമ്പോൾ 3 things നിങ്ങളുടെ കാര്യത്തിൽ ഉണ്ടാകണം. 3 things. When God reveal your failure, 3 things shall happen in you. 1, realize your failure. എൻ്റെ പരാജയം ഞാൻ തിരിച്ചറിയണം. Second thing, accept your failure. എൻ്റെ പരാജയം ഞാൻ അംഗീകരിക്കണം. And the third thing is, be ready to rectify your failure. അത് തിരുത്താനുള്ള ഒരു മനസ്സുണ്ടാകണം. Praise God. Realize, accept and ready to rectify. ഇനി കേൾക്കുന്ന മെസ്സേജ് മുഴുവൻ ഈ 3 പോയിന്റിലായിരിക്കണം. എന്താണ് പോയിന്റ്? I am going to realize my negatives. I am going to accept my failures. And I am going to take a decision. These fasting days, I will rectify my spiritual life. While receiving this message, God told me like this, maybe this is the last chance for you. Praise God. അവസാനത്തെ അവസരമായിരിക്കാം. ആമേൻ. ഇനി ഒരു അവസരം കിട്ടുമോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുകയില്ല. Praise the Lord. Hallelujah. First thing, why you are not able to receive the Holy Spirit from God. അതിന്റെ 51-ാം അധ്യായം 2-ാം വാക്യം. എന്നെ നന്നായി കഴുകി എന്റെ അകൃത്യം പോക്കണമേ, എന്റെ പാപം നീക്കി എന്നെ വെടിപ്പാക്കണമേ. Praise the Lord. ഒന്നാമത്തെ തടസ്സം, the first obstacle to receive Holy Spirit, ഇവിടെ പറഞ്ഞ എന്താണ്? ഇംഗ്ലീഷ് വായിച്ചേ. 51:2. Psalms 51:2. Cleanse me from my sins. Praise the Lord. എൻ്റെ പാപ സ്വഭാവങ്ങളാണ് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാൻ എനിക്ക് തടസ്സമായി നിൽക്കുന്നത്. Praise the Lord. Not the sins of the pastor, not the sins of my brothers and sisters, my sins. എൻ്റെ പാപങ്ങൾ എനിക്ക് തടസ്സമായി നിൽക്കുന്നു. ഹീബ്രൂസ് 12:1 ഇങ്ങനെ പറയുന്നു. ഹെബ്രായ ലേഖനം 12:1 ഇങ്ങനെ വായിക്കുന്നു, വിശ്വാസത്തിന്റെ നായകനും read in English, no problem. Therefore, since we are surrounded by so great a cloud of witness, let us all lay aside എന്താണ് ചെയ്യേണ്ടത്? every weight and sin. Every sin. മതി. എന്നെ മലയാളം വായിച്ചേ. ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ മുറുകെ പറ്റുന്ന പാപവും വിട്ട്
I am trying to throw out, but sin is holding me. It is capturing my spiritual life. എന്നെ വിട്ടുപോകുന്നില്ല, മുറുകെ പിടിച്ചിരിക്കുക. I'm trying, Lord, I don't want this. I don't want this. Is sin. I realize that. I accept that. Tonight, I want to rectify that. I need your spirit. അപ്പൊ മുറുകെ പറ്റുന്ന പാപവും വിട്ട് ഓടിട്ട് എന്ത് ചെയ്യണം? ഓടി നമുക്ക് വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. സ്ഥിരതയോടെ ഓടണമെങ്കിൽ മുറുകെ പറ്റുന്ന പാപം വിട്ടേ പറ്റൂ. സ്റ്റഡി സ്പിരിച്വൽ ലൈഫ് വേണമോ? Lay aside all the sins. Praise God. Hallelujah. How to rectify? അതിന്റെ 12:4 പറയുന്നു, be ready to fight with the sin. പാപത്തോട് പോരാടുന്നതിൽ You shall fight with the sin. നിങ്ങൾ ഇതുവരെ പ്രാണത്യാഗത്തോടെ എതിർത്ത് നിന്നിട്ട്, I mean, till the last moment you tell that, even I die in Christ. I will not die in sin. ഞാൻ ക്രിസ്തുവിൽ മരിക്കും, പാപത്തിൽ ഞാൻ മരിക്കുകയില്ല. Praise God. Hallelujah. Hallelujah. But the problem, we are enjoying our sins. We are enjoying our sins. We are very happy to have the sins. We are not ready to fight with the sin. പാപത്തോട് പോരാടാൻ വയ്യ. Praise the Lord. Hallelujah. സിൻസ് രണ്ട് തരത്തിലുണ്ട്. ഒന്ന് ജഡത്തിലുള്ള സിൻസ് റിലേറ്റഡ് ടു യുവർ ഫ്ലഷ്. സ്തോത്രം. അത് എളുപ്പമാ. എന്താണ് കാരണം? 1 John 1:9 പറയുന്നു, നിങ്ങളുടെ സകല പാപങ്ങളും. 1 John 1:9. Praise the Lord. മൈക്കിലൊന്ന് വായിച്ചേ. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ, ജഡത്തിലെ സകല പാപങ്ങളും ഏറ്റുപറയുന്നെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് ആ പാപങ്ങൾ മുഴുവൻ ക്ഷമിക്കും. മതി. All the sin in flesh, if you confess, I did it, I realize I am not to justify, I accept, I want to rectify. അത് എളുപ്പമാ. പ്രാർത്ഥന കൊണ്ട് യെശയ്യാ 1:8 പറയുന്നു, കാടും ചുവപ്പാണെങ്കിലും ഹിമം പോലെ ഞാൻ എന്ത് ചെയ്യും? വെളുപ്പിക്കും. If you killed someone, God will forgive you when you confess. കൊലപാതകന് പോലും രക്ഷ കിട്ടും. So coming out from the fleshy sins is very easy through Jesus Christ. Praise the Lord. Hallelujah. Amen. പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് പറഞ്ഞു, ഞാനത് ക്ഷമിക്കും, ഞാൻ മോചിക്കും. എന്നാൽ വചനം പറയുന്നു, any sin against the Holy Spirit will not be forgiven on the earth and in heaven. പരിശുദ്ധാത്മാവുള്ള പാപം ഭൂമിയിലും സ്വർഗത്തിലും നിന്നോട് ഞാൻ ക്ഷമിക്കുകയില്ല. അയ്യോ. So the toughest part is sinning in spirit. ആത്മാവിലെ പാപം ഭയാനകമാ. ആത്മാവിലുള്ള പാപം ഭയാനകമാ. It is very dangerous to sin in spirit. Praise the Lord. Why? It will not be forgiven. Praise the Lord. So what is the spiritual sin? What is the spiritual sin? മുറുകെ പറ്റുന്ന spiritual sin. വായിക്കാം John 9:31. യോഹന്നാൻ 9:31. പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല. പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല എന്നും ദൈവഭക്തനായിരുന്ന് അവന്റെ ഇഷ്ടം ചെയ്യുന്നവന്റെ പ്രാർത്ഥന കേൾക്കുന്നുവെന്ന് ദൈവം കേൾക്കുന്നു. We know that God does not listen to sinners. God does not listen to sinners. But if anyone is a worshipper of God and does his will, who doing his will, God listens to them. God listens to him. ഇനി ഞാനത് ഇക്വേറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കണം. ആരും ബൈബിൾ നോക്കരുത്.
God will not listen to a sinner. God will listen to a person who do God's will. If you are doing God's will, he will listen. If you are not doing God's will, he will not listen. If you are not doing God's will, you are a spiritual sinner. Praise the Lord. Praise the Lord. Hallelujah. ഞാൻ പലപ്പോഴും പറയാറില്ലേ, ചർച്ച് തൂക്കണോ? ഐ വിൽ ഡു ഇറ്റ്. ആമേൻ. ഇവിടെ പാത്രം കഴുകണോ? ഐ വിൽ ഡു ഇറ്റ്. എന്തും കർത്താവിനോട് ചെയ്യണോ? ഐ വിൽ ഡു ഇറ്റ്. Because it's my Father's will. I will never say no. ആര് ചെയ്താലും ഇല്ലെങ്കിലും I have no complaints, because I was a sinner. God bring me out from the sinning nature and he is making me to do his will on the earth. ഒന്നിനും കൊള്ളാത്ത എന്നെ കൊണ്ട് പിതാവിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഭൂമിയിൽ ചെയ്യുവാൻ എന്നെ വിളിച്ചു വേർതിരിച്ചതിനെ പോലെ മഹനീയമായ കാര്യം ഈ ഭൂമിയിൽ എന്തുണ്ട്? I will do that. Praise God. Praise God. Hallelujah. Knowing the will of God and not doing that, you will be never forgiven. ഭൂമിയിലുമില്ല, സ്വർഗത്തിലുമില്ല. Praise the Lord. Praise the Lord. സ്ഥിരമായ ഒരു ആത്മാവിനെ വേണോ? നിത്യത്തിലെത്തണമോ? You want to go back to your father's house? Today is the day one. Take a decision. God, whatever you reveal to me, I will be the first person to do that. Not for the church, not to show the pastor, not to show anyone in the world. I will do for my heavenly loving Father. കാരണം അതെന്റെ അപ്പന്റെ ഇഷ്ടമാ. Praise God. Maybe you have to spend money. It is Father's wish. Maybe you have to use your vehicle. It's a Father's wish. Praise the Lord. Maybe you will lose your time. Maybe you lose your health. Maybe you will be totally busy. You will be not having the time. But still you are ready to do that. You are doing your Father's will. When you do your Father's will, പരിശുദ്ധാത്മാവിനെ അത് ചെയ്യുന്നവന്റെ മേൽ എത്രയധികമായി ദൈവം കൊടുക്കും. Jesus. 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 Hallelujah. Lord, he told to the church, go to the street and pray for the people staying in building. It is God's will. I am not ready to do. You are a spiritual sinner. Praise God. God revealed to you. You have received the physical blessings. Give the blessings, a part of that to God. Knowing the truth, you are ignoring. You are a spiritual sinner. Read the Bible every day. You are not doing that. You are a spiritual sinner. Pray for others. You know that, but still you are not doing. You are a spiritual sinner. Knowing the will of God. Knowing the will of God. And not doing the will of God. നീ ഒരു ആത്മമണ്ഡലത്തിലെ പാപിയാണ്. ഒരിക്കലും പാപമോചനമില്ല. ഈ ഫാസ്റ്റിംഗിൽ we need a revival. We need a deliverance. I want to come back as a son and daughter, a beloved son. എന്താണ് ജോൺ 4:34 എന്താ പറയുന്നത്? ജോൺ 4:34 ജീസസ് വിളിച്ചു പറഞ്ഞു. യോഹന്നാൻ 4:34 My food is to do the will of God who sent me and to complete the will of God. നോക്കിക്കേ, എന്നെ അയച്ചവൻ ഇഷ്ടം ചെയ്യുകയും അത് നിവർത്തിക്കുകയും ചെയ്യുന്നത് അത്രേ എന്റെ ആഹാരം. Praise the Lord. Doing the will of God. പാപി ആരാ? കൊലപാതകം ചെയ്തവനല്ല, വ്യഭിചാരം ചെയ്തവനല്ല, മോഷ്ടിച്ചവനല്ല. ഒറ്റ വാക്കുകൊണ്ട് നിന്നെ ക്ലീൻ ചെയ്യും കർത്താവ്. But the spiritual sin, until you don't change,
you will not be forgiven. നീ മാറുന്നില്ലെങ്കിൽ, മാറാൻ മനസ്സില്ലെങ്കിൽ, കർത്താവ് നിന്നെ മോചനമില്ലാത്ത പാപത്തിലേക്ക് ശത്രു നിന്നെ കടത്തിവിടുകയാണ്. ജീസസ്. So what you have to do? Realize my failure. Accept my failure. The day one Lord is telling you, ready to rectify your failure. Why? He is ready to provide. എത്ര വേണം? അതിലധികം പ്രൊവൈഡ് ചെയ്യുവാൻ ഇന്ന് രാത്രി കർത്താവ് ഉണ്ട് ഇവിടെ. സോ ദാവീദ് എന്ത് ചെയ്തു? Psalms 51:3 നോക്കിക്കേ. എന്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു, എന്റെ പാപം എപ്പോഴും എന്റെ മുമ്പിൽ ഇരിക്കുന്നു. എന്റെ പാപങ്ങളെ ഞാൻ അറിയുന്നു. ഇംഗ്ലീഷ് എടുത്തു ആരെങ്കിലും? 51:3. I acknowledge my, praise the Lord, I acknowledge my sins. എന്റെ പാപങ്ങളെ ഞാൻ റിയലൈസ് ചെയ്യുന്നു. സ്തോത്രം. അതിന്റെ 4 വായിച്ചേ. നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, നിനക്ക് അനിഷ്ടമായുള്ളത് ഞാൻ ചെയ്തിരിക്കുന്നു. I accept my sins. I realize. I accept. Yes Lord. നിന്നോട് തന്നെ. അത് ഏത് സിന്നാ? ഏത് സിന്നാ അത്? Spiritual sin. It is not a sin in your flesh. നിന്നോട് ഞാൻ പാപം ചെയ്തിരിക്കുന്നു. Realizing, accepting. അതിന്റെ 7-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ഞാൻ നിർമ്മലനാകേണ്ടത്. I want to be holy. I want to rectify. Cleanse me God. Provide your Holy Spirit. അതിന്റെ 10-ാം വാക്യത്തിൽ വീണ്ടും വായിക്കുന്നു, ആമേൻ, സ്ഥിരമായ ആത്മാവിനെ എൻ്റെ മേൽ തരണമേ. Jesus. Ready to realize, accept. Immediately he prayed, I want to be holy. എനിക്ക് നിർമ്മലനാകണം, എന്നെ കഴുകണം, എന്നിട്ട് എൻ്റെ മേൽ സ്ഥിരമായ ആത്മാവിനെ പകരണം. എന്തിനാണെന്നറിയാമോ? വീണ്ടും ഞാൻ പാപത്തിലേക്ക്, നിന്നോടുള്ള പാപത്തിലേക്ക് മടങ്ങിപ്പോകാതെ ഇനിയും നിന്റെ ഇഷ്ടം അന്ത്യത്തോളം ചെയ്യുവാൻ. സ്തോത്രം. സങ്കീർത്തനം ഇങ്ങനെ വായിക്കുന്നുണ്ടല്ലോ, ഒന്ന് മാത്രം ഞാൻ ആഗ്രഹിക്കുന്നത്. ഏത് സങ്കീർത്തനമാണത്? 50. ജീസസ്. നിന്റെ ആലയത്തിൽ, ഹല്ലേലൂയ, ഒന്ന് മാത്രം ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഓ ജീസസ്, ഹല്ലേലൂയ. ആ വാക്യം ആർക്കെങ്കിലും അറിയാമോ? ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ജീസസ്. നിന്റെ ആലയത്തിൽ ദീർഘകാലം വസിക്കുവാൻ. ഓ ജീസസ്, ജീസസ്. കർത്താവേ, നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. എന്ത് ചെയ്ത് പോയോ? ഹല്ലേലൂയ. വാക്യം എവിടാണ്? സ്തോത്രം. അതെവിടാണ്? 84 അല്ലേ? 84 അല്ല, അതല്ല. ഒരു കാര്യം ഞാൻ ആഗ്രഹിക്കുന്നു, അത് നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. എന്താണ്? നിന്റെ ആലയത്തിൽ എനിക്ക്, ഏതാ? Psalms 27:4. ഒരു കാര്യം മാത്രം അപേക്ഷിക്കുന്നു, അത് എൻ്റെ ആഗ്രഹമാ. What is my wish? I am praying to you. എന്താണ് പ്രയർ? യഹോവയുടെ മനോഹരത്വം കാണുവാനും അവന്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും. Till the end of my life, I will have to live with my heavenly Father. സ്ഥിരമായൊരു ആത്മാവിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. ജീസസ്, ജീസസ്. നിങ്ങൾ ഓർക്കണം, സ്പിരിച്വൽ സിന്ന് പറഞ്ഞ് നിന്നെ അവൻ ടാക്കിൾ ചെയ്യാൻ ശ്രമിക്കും. ഫിസിക്കൽ സിന്ന് പറഞ്ഞ് നീ അങ്ങനൊക്കെ ചിന്തിക്കുന്നതല്ലേ, അങ്ങനൊക്കെ പ്രവർത്തിക്കുന്നതല്ലേ, അവൻ ഫിസിക്കൽ സിന്ന് പറഞ്ഞ് നിന്നെ ടാക്കിൾ ചെയ്ത് തകർക്കാൻ നോക്കും. അവിടെ അല്ല പരാജയം, അവിടുന്ന് മോചനമുണ്ട്. ബട്ട് tonight, the first day, God is telling to the church, telling to his people, be ready to rectify. Come out from your spiritual sins.
ദൈവേഷ്ടം ചെയ്യുവാൻ മനസ്സില്ലാത്തവനായി ഇരിക്കുന്ന നിന്റെ ഇരിപ്പ്, നടപ്പ് ഇന്ന് രാത്രി അവസാനിക്കണം. God is not at all happy seeing our spiritual life. We don't have a steady spiritual life. സ്ഥിരമായ ഒരു ആത്മീയ അനുഭവം എന്നിലില്ല. പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് എഴുതിയിരിക്കാൻ ദൈവസനയം. ഓ താങ്ക് യു ജീസസ്.